ഇങ്ങോട്ട് വാ, ഒരു അമ്മച്ചി വരുന്നുണ്ട്. പറയ് ഇങ്ങോട്ട്. എന്റെ അമ്മോ, ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേണം. ഹലോ ഗായ്സ്, വെൽക്കം ടു യാസിൻ വ്ളോഗ്സ് ഫാമിലി. അപ്പോൾ നമ്മളുടെ യാസിൻ വ്ളോഗ്സ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഫ്രണ്ട്സ് ഔട്ടിങ്ങിന് പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്സ് ഔട്ടിങ് ആട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമ്മളെ യാസീനിക്ക നമ്മളെല്ലാമായ മുത്തുമണി നാളെ പോവുകയാണ്. നാളെ ഈ സമയത്ത് ഞാൻ മോസ്കോയിൽ എത്തിയിട്ടുണ്ടാവും. നാളെ ഈ സമയത്ത് മോസ്കോയിലേക്ക് ഫ്രീഡമാണ്. ഞാൻ പറഞ്ഞു, ഫ്രീഡത്തിലോട്ടുള്ള എന്റെ യാത്രയാണ്. അത് വിഷമം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, എനിക്ക് വേണ്ടിട്ട് ഞാൻ നല്ലപോലെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആയിഷന്റെ കയ്യിൽ നിന്ന് ഫ്രീഡം കിട്ടുന്ന രീതിയിൽ പറയട്ടെ. അപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാല് നമ്മളിപ്പോ കുറച്ച് 1 2 ഒരു 6 പേരുണ്ട്. അപ്പം ഒരുമിച്ച് പോവാൻ പറ്റില്ല. എങ്ങോട്ടാ പോണേ? ബോളിങ്ങിന് പോകുന്നുണ്ട്. വേറെ ഗെയിംസ് ഉണ്ട്, അവിടെ പോയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. മറ്റേ അന്നത്തെ ഗിവ് അവേ വെക്കില്ല, അതൊക്കെ നമുക്ക് യൂസ് ആക്കാം. നമ്മള് ഇപ്പൊ ഒരു മാളിലോട്ട് പോവാണ്. അപ്പൊ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ പിടിക്കും എങ്ങനെ പറയണ്ടെന്ന് അറിയാം ഗൈസ്. നമ്മൾ ഇന്നിപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എത്രയെന്ന് പെട്ടെന്ന് പറയാം. ടൈം ഇപ്പോൾ 4 മണിയായി. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാളിൽ പോയിട്ട് കുറച്ച് ഗെയിംസ് ഉണ്ട്, ഇങ്ങനെ ബോൾ ഉരുട്ടി കളിക്കുന്ന ഗെയിംസും അതൊക്കെ ഉണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ ഇതന്നെയാണ് ഷിങ്കു പറഞ്ഞത്. അത് ഞാൻ എന്റെ രീതി. പിന്നെ നമ്മളെ ഹാപ്പി എന്ന് വെച്ചാല് നമ്മള് യാസീനൊക്കെ പോവാണ്. ഇവളല്ലേ നേരത്തെ പറഞ്ഞ വിഷമം. സോറി, മാറിപ്പോയി. സോറി ഭയങ്കര സാഡായിട്ട് പോവാണ്. സത്യമാണ്, എന്റെ കിളി പോയിരിക്കും. അപ്പൊ ടാക്സി എത്തി പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ മുന്നിത്തെ ടാക്സി ഓൾറെഡി അവിടെ എത്തിന്നോന്ന്, എത്താറായിക്കണ്. അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തിട്ടോ. ഇവിടെയാണ് നമ്മളുടെ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ. കണ്ടില്ലേ, ഒരാൾ പോണു. മൈൻഡൊക്കെ ഇടുക. അതെ കയറിക്കാം. ഉള്ളിൽ കയറിട്ടെ എന്നിട്ട് കാണിച്ചു. ഒരു അകത്ത് കയറിയിരിക്കണം, തണുപ്പ് സഹിക്കാൻ പറ്റാണ്. പെർഫ്യൂമിന്റെ കട. ബേക്ക് ചെയ്ത സാധനങ്ങളുണ്ട് കേട്ടോ. മെഡോവിക്കാണ്, റഷ്യൻ ഹണിക്ക്. നല്ല മധുരത്തിന്റെ എന്തുവാ നല്ല ഭംഗിയുണ്ട്. കുറേ സാധനങ്ങൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പൊളി മിനി കേക്ക് 500 രൂപ 550 രൂപ. കൊറിയൻ കേക്ക്. നമ്മുടെ നാട്ടിലുള്ള മറ്റേ കോയിൻ മിഠായി ഒക്കെ ഇല്ലേ, 10 രൂപ മിഠായി, അതൊക്കെ പോലെ മറ്റേ പള്ളിയിലൊക്കെ നേർച്ച കിട്ടൂലേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ വേറെ സാധനം. പിന്നെ ഇത് നമ്മളുടെ കോഫി ലൈക്കാണ് കേട്ടോ. അതായത് നമ്മളുടെ നാട്ടിലല്ല, ഒരു പുറത്ത് സ്റ്റാർബക്സ് കണക്ക് റഷ്യൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് കോഫി ലേക്ക്. എല്ലാ സ്പോട്ടിലും ഈ കോഫി ലേക്ക് നല്ല സാധനം ഉണ്ടാവും. ഇവിടൊക്കെ കാണിച്ചു കൊടുക്കാനോ. ഈ കാണുന്ന ആ റോസാപ്പൂവിനുണ്ടല്ലോ 150 രൂപയാണ്. 150-250 രൂപ. വെരി കോസ്റ്റ്ലി. ഇവിടെ ഫ്ലവേഴ്സിന് ഭയങ്കര കോസ്റ്റാണ്. എല്ലാം നമ്മുടെ കൂടെ വന്നൊരു സാധനം ഉണ്ടായില്ല. അത് നമുക്കിനി മേലിലോട്ട് പോകാം. അതേ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ
അതാണ് നമ്മളുടെ കാവ്യ ആൻഡ് അപർണ. നേരത്തെ പോയി എന്ന് പറഞ്ഞ ടീംസില്ലേ, അതാണ് ഇവര്. അപ്പൊ അവര് വന്നു. ഇനി നമുക്ക് ഒരു ഫ്ലോറും കൂടി കയറിയിട്ട് വേണം ആ കാണുന്ന സ്ഥലത്തോട്ട് പോവാൻ. ഓക്കെ, നമ്മളുടെ അവിടുത്തെ ഇലക്ട്രോണിക്സ് സാധനങ്ങളാട്ടോ. അവര് നടക്കുന്നുണ്ട്. അമ്പു ടോയ്ലറ്റിലാ. നമുക്ക് മേലെ പോവാം. ഒരു ബാഗ് കാണിച്ചിട്ട് കാര്യമില്ല. ക്രിസ്മസിന്റെ ഫുള്ള് ഡെക്കറേഷൻ നോക്ക്, നല്ല ഭംഗിയുണ്ട്. ആ സെറ്റ്. ഇത് അപർണ, ഇത് കാവ്യന്റെ അച്ഛനക്ക് സ്വർണ്ണക്കട, അപർണന്റെ അച്ഛൻ ഡോക്ടർ അല്ലേ, ബാബുരാജിന്റെ മോള് ബാബു. അമ്പു അവിടെ. അമ്പുവിന് ഒപ്പിയെടുത്താലും. അമ്പു ഹലോ. അമ്പുവിന് എങ്ങനെയൊക്കെ കിട്ടുള്ളൂ, ഒളിച്ചെടുക്കണം. അവര് പോയി. വാ അമ്പു, വായോ. ഹായ്, വലിയ ജിറാഫും കാര്യങ്ങളൊക്കെ. എനിക്ക് തല അയ്യോ, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് ഗെയിമിങ് സെൻ്ററാ മൊത്തം. എനിക്ക് നമ്മളുടെ ലുലുവിൻ്റെ കുട്ടികളെ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഫുള്ള് ഗെയിമിങ് സെൻ്റർ. ഹായ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഫുള്ള് ഗെയിമിങ് സെൻ്റർ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത് ഒത്തിരി ഉണ്ട്. ഗോൾഫ്. നമുക്കിനി അവരെ അടുത്തേക്ക് പോവാം. പിള്ളേരൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്യും. നമ്മളിവിടെ പേര് കൊടുത്ത് ഇപ്പൊ 2 ഇതാണ് എടുത്തേക്കുന്നത്. അപ്പൊ ടീം ഡിവൈഡ് ചെയ്യുക. അതായത് 3 പേര് ഒരു ടീമും 3 പേര് ഒരു ടീം, അങ്ങനെയായിട്ടാണ് ഇപ്പൊ ഡിസൈഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഈ ചെരുപ്പ് ഇട്ട് കയറാനൊന്നും പറ്റില്ല, വേറെ സാധനം ഇട്ട് കയറണം. സോ ഇനി 2 ആൾക്കാർ പറയും. ഒന്നുകൂടി റഷ്യം ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലേക്ക് കയറ്റി തോന്നില്ല. നമ്മൾ ഈ പാർട്ടിസിപ്പേറ്റ് നമ്മൾ 2 പേരും ഒരു ടീമായി. അമ്പുന്റെ റഷ്യം കേൾക്കണം ഗൈസ്, ഭയങ്കര റഷ്യനായി. എല്ലാവരും ചെരുപ്പിടാണ്. നമുക്ക് പോവാം. നമ്മളിങ്ങനെ എന്തൊക്കെയോ റീലെടുക്കുന്നുണ്ടോ? ഞാനും തട്ടിയിടട്ടെ. ഞാൻ തട്ടിയിടാം. ഐഷമ്മ റീലെടുത്തോണ്ടിരിക്കുക. ഒന്ന് വേമ്പാ തട്ടി. ലെറ്റ്സ് ഗോ. ഈ റഷ്യം വെള്ളം എടുത്തിട്ട് കൊറേ ലേസും പിച്ചൊക്കെ. ഇവര് ഫുള്ള് സെറ്റപ്പായിട്ടാ വന്നേക്കണേ. ഫുള്ള് എങ്ങനെ പിടിക്കുന്നത്? ആർക്കാ കൂടുതൽ മാർക്ക്? ഇത് നമ്മളെ പേര്
യാസീൻ. അടുത്ത ആള് വെയിറ്റ് ചെയ്ത്. അടുത്ത ആളാരാ? അടുത്ത ആള് അടുത്ത പേര് വന്നില്ല. യാസ്നിക്ക് ആയിരുന്നോ? അത് യാസ്നിക്ക് തന്നെയാ, പേര് മാറിയിട്ടില്ല. ആ അമ്മ ഇത് പിടിക്കുക, ഞാൻ എന്റെ ലൈവ്. അപ്പൊ ഇവിടെ മത്സരാട്ടോ, ഒരു രക്ഷയില്ല. ഒരാൾക്ക് 2 പേരുണ്ട്. എനിക്ക് ഏറ്റവും പോയിന്റ് ആയിട്ടോ 5. ഇവിടെ ഇനി ഞാനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ എറിഞ്ഞോണ്ടിരിക്കുന്നത് നമ്മള് ഗ്രൂപ്പിത്തെ അപർണ. 1 തട്ടി അപർണ, 1 മാത്രമേ തട്ടിയുള്ളൂ. ഇവിടെ പോയിന്റ് നിൽക്കുന്നത് YSA, അതായത് യാസീൻ, ഷിങ്കു, അപർണ. ഇനി അപ്പുറത്ത് പോയി നോക്കാം. ഇവിടെ അടിയായി ഐഷുമ്മ, കാവ്യ, കാവ്യ യാസീൻ കയറിനോണ്ടിരിക്കാണ്. എല്ലാവരൊക്കെ എൻജോയ് ചെയ്യാം. അയ്യോ, അത് കിട്ടി. നീ എന്നെ വിളിക്കുന്നേന്നോ ആ പോകുമ്പോ? അയ്യ, പോരാ മോനെ, പോരാ 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 പോരാ. ഇവിടെ എന്തായി? പോരാ പോരാ പോരാ. ഇനി എന്നെ വീഡിയോ എടുക്ക്. 2 ആ ഭാഗം. ഈ ഭാഗത്തും കനത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുക. ആയിഷ മാത്രല്ലേ പൂജയുള്ളത്? ഇവിടെ ഞാനും ഉണ്ട്. അതെ, ഞാനും ഉണ്ട്. എറിഞ്ഞോ? അങ്ങനെ അറിയില്ലേ? താത്തിറി അടുത്തെടുത്തോ. അങ്ങനെ കോള് വന്നിട്ട് ഞാനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. എസ്. അവിടെ ആരാ ലീഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അവിടെ അൻപു ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. മേലെ അൻപു ആട്ടോ. അടിയിലാണ് ഐഷ. ഫസ്റ്റ് അമ്പു, സെക്കൻഡ് വന്നിട്ട് ഫസ്റ്റ് അമ്പു, സെക്കൻഡ് ആരാ? സെക്കൻഡ് കാവ്യ, പിന്നെ തേർഡ് ഐഷുമ്മ. ഐഷുമ്മ ഇപ്പൊ തന്നെ ഫുൾ അടിച്ചിട്ടോ. യാസീനിക്കാന്റെ ഒന്നും പറ്റില്ല. അയ്യാ, പെൺകുട്ടികളോടുകൂടെ ഞാൻ തോക്കുമല്ലോ ഗൈസ്. സൂപ്പർ. അടുത്തെടുത്തോ, വേടുത്തോ. ഒരു ആവേശം വരുന്നുണ്ടോ? സെറ്റ്. എന്താ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ, അതായത് ഞാനാ ലീഡ് ചെയ്ത് നിൽക്കുന്നത് കണ്ടാ. അപർണ 13. അപർണ സെറ്റാക്കും. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേഴ്സസ്. ഇതെങ്കിലും ശരിയാക്കണേ. അവിടെ എന്തോ ഫുള്ള് പോയാ? എന്തായി? ഫുള്ളായി? കാവ്യ എന്തായി? ഓ കാവ്യ യാസീനെ കയറി. യാസീൻ്റെ കളി പഠിച്ച്. എന്റെ ട്രിക്ക് യൂസ് ചെയ്യപ്പ പതുക്കെറിഞ്ഞ് ഉരുട്ടി വിടുന്നു. എന്റെ അമ്പുന് 50. അമ്പു അവിടെ ടോപ്പ് ഹൈ സ്കോർ 58. സ്ട്രൈക്ക് അടിച്ച് അമ്പു 68. അമ്പു സ്ട്രൈക്ക് അടിച്ച് ഫുള്ള് വീഴ്ത്തി. ഞാൻ കളി പഠിച്ചു. എനിക്ക് 156 പോയിന്റ് ആയി. അപ്പൊ നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. ഇതിലിപ്പോ സ്കോർ വന്നിട്ട് ജയിക്കാറായേക്കുന്നത് യാസ്മിക്കാണ് 156, ഞാൻ 104. അവിടെ അമ്പു 138. കണ്ടില്ലേ, 138 അമ്പു. തേർഡ് അപർണ, സെക്കൻഡ് ഞാൻ. ടോട്ടൽ സ്കോർ
നമ്മളെ ടൈം ഇപ്പൊ തരും. 3, 2, 1. ലാസ്റ്റ് സെക്കൻഡ്. നോക്കാം സ്ക്രീനിൽ വരും. കാണിക്കൂലേ? അത്രേ കാണിക്കുള്ളൂ കേട്ടോ. ഓക്കെ. ഹലോ, ടോട്ടൽ വിന്നർ ഞാനാണോ? 250. അമ്പവും തമ്മിലുള്ള ബെറ്റാണ്. 250 രൂപക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന ആൾ ചെയ്യും. അപ്പോൾ ഇവിടെ 4-5 ഗേൾസ് ഉണ്ട്. നീ ആരെവിടെയാണ്? നീ അമ്പു ഫാൻ. അവള് ആരെ കൂടെ? അങ്ങനെയല്ല, പേരിട്ടേക്ക് രണ്ട്. ശരി, സാരല്ല. ഓക്കെ. മുഖത്ത് കൊള്ളല്ലേ? പൊളിക്കണം. നമ്മളിത് കീഴടക്കും. അയ്യോ, നോക്കാം. ഓക്കെ. സ്ട്രൈക്ക് അടിച്ചു യാസിനിക്ക. 19, യാസിനിക്ക് 23. We are waiting. രണ്ടെണ്ണം കൂടെ ഉണ്ടോ? ആണ് നമ്മുടെ. അസനിക്ക പൊളിക്ക് എറി. സ്വന്തം ഭാര്യ അവിടെ. അയ്യോ, അൻപു അൻപു അമ്പു കേറിയാണ് ഗായ്സ്. പോയി. അപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. യാസിൻ വ്ളോഗ്സ് ആൻഡ് അംബു സെൽവൻ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അമ്പുവാട്ടോ, അമ്പുവാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 93, യാസിനിക്ക 92. ഓക്കെ, അമ്പു തന്നെ. യാസിനിക്ക. അയ്യോ,
അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ യാസിനിക്കാണ് ജയിക്കാൻ പോകുന്നത്. അമ്പു മൂന്നെണ്ണം കൂടെ ഉണ്ട്. നമ്മൾക്കിനി വെറും 1 മിനിറ്റ് മാത്രം. ഇനി എങ്ങനെ അറിഞ്ഞാലും എത്തൂല. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. നമുക്ക് നോക്കാം, ഫൈനൽ സ്കോർ നോക്കാം. അമ്പു ആണ് ജയിച്ചത്. അപ്പോൾ ജയിച്ച ടീം ഫ്രണ്ടിലോട്ട് വരും. ജയിച്ച ടീം അങ്ങോട്ട് ബാക്കിലോട്ടാ കിട്ടുന്നില്ല. തോറ്റ ടീമിനെ കാണിക്കും. ഞങ്ങൾ എല്ലാവരും സ്പിരിറ്റിലെടുക്കും. എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റിലിടുന്നത്. ഹാർഡ് വർക്ക്. എന്താണ് അമ്പു സന്തോഷ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? പിന്നെ ഫൈനലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഗെയിമൊക്കെ കളിച്ചിട്ട് നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സെറ്റപ്പ് ആക്കി ഇരുന്നില്ലേ. ഹലോ, ആംബിയൻസ് ഒക്കെ പൊളി 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 ആംബിയൻസ്. പൊളി ആംബിയൻസ് ആണ്. വാപ്പാനായിട്ട് സംസാരിക്കുന്നത് നമ്മളിതൊന്ന് നല്ല ഭംഗിയുണ്ട്. ഗിവ് അവേ വിന്നർ ഇന്ന് യൂസ് ചെയ്യാൻ പോവാ. ഗൈസ് അപ്പം അമ്പു ഒന്ന് സ്ലോ ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതെന്ന് വെച്ചാൽ കുട്ടി ഹാർബർ അടിച്ചിട്ടേക്കാണോ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാട്ടും. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ കുട്ടി പല ടൈപ്പ് ഓഫ് കടകളാണ്. കൊറിയ, ചൈന, അങ്ങനെ പല ടൈപ്പ് ഓഫ് കടയാണ്. ഓക്കെ, സാനിയ привет. Нормально. Как дела? ഓക്കെ, ഇവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സാനിയ. നമ്മൾ ലിമണാഡ് ആഡ് കേട്ടോ. അർബൂസിനെ ഉണ്ട് എല്ലാം. ഏതാ ഓർഡർ ചെയ്യുന്ന? арбуз не один, потом второе манго маракуйя и третий персик личи, четвертый клубника и кокос. Да. Потом такие дают. ഇവിടെ ഇങ്ങനെയാട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് എത്ര ലെമണേഡാ? 5 ലെമണേഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് വെച്ചിട്ട് സെറ്റ് അടിപൊളി നല്ല രസമുണ്ട്. കണ്ടോ വാങ്ങിണ്ട്. ഐഷുമ്മ കനിഞ്ഞ് നമുക്ക് 1000 റുപ്പീസിന്റെ 5 ലെമണേഡാണ് കുടിക്കുന്നത്. കണ്ടോ ഇവിടെ നല്ല രസത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വിത്തൗട്ട് ആൽക്കഹോൾ ആട്ടോ. ഇവിടെ ആൽക്കഹോളുണ്ട്, വിത്തൗട്ട് ആൽക്കഹോളുണ്ട്. ഇത് വിത്തൗട്ട് ആൽക്കഹോളാണ്. നല്ല വൈകിട്ട് കട. വാവ്, പൊളി, സൂപ്പർ. പൊളി. ഇവര് നല്ല രസത്തിൽ ഉണ്ടാക്കും അല്ലേ?
കൊള്ളാമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊക്കെ വയ്ക്കുന്നുണ്ട്. ഒക്കെ മെഷർമെന്റ് കണക്കാട്ടോ. ഷുഗറാണ്. നീ റീലിന് എടുക്കണം. Потом во все сухоманы, потом лесные ягоды, сироп малина, сироп лесные ягоды. ഇവർക്ക് അറിയത്തില്ല, ഇവർ പഠിച്ചോണ്ടിരിക്കുന്നുള്ളതാണ്. ഇവർക്ക് അറിയത്തില്ല. ഇവർ 5 പേരില്ലേ, നമ്മൾ 5 പേര്. 5 ലാഭം അറിയത്തില്ല. ഞാൻ താഴെ നിങ്ങൾ മുകളിൽ അല്ല നിങ്ങൾ താഴെ നിങ്ങൾ കൊണ്ട് വെച്ചിട്ട് നമുക്ക് താഴെ നമ്മൾ ഇതുകൊണ്ട് വെച്ചിട്ട് വരാം. ഓ 5 പേര്, നമ്മൾ 4 പേരെ ഉള്ളൂ ഓരോന്ന് പോകാൻ. എനിക്കാക്ക് സൂപ്പും പിന്നെ വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തെ വേറൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ കയറിയിട്ട് ഷവർമ ഓർഡർ ചെയ്ത്. പിന്നെ ആയിഷ വേറെ ഏതോ കടയിൽ കയറിയിട്ട് എന്തോ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇനി ഇതെല്ലാം കൂടെ കീ അടിയും. നോക്കട്ടെ ഇവിടെ പോയോ വേറെ അറിയും. നമുക്ക് ഇവിടുന്ന് ഫുഡ് കിട്ടി. ഒരു ഫുഡ് ഇതാണ് ഫുഡിന്റെ കൊലം. സാധനം ഇത് യാസിനിക്കാന്റെ സൂപ്പാട്ടോ. സൂപ്പിന്റെ മേലെ ഇടണല്ലേ ഫ്രണ്ട് സ്ഥലമില്ല. പോയിട്ട് നിന്റെ പോയി ഞാൻ പോയി എന്റെ എടുത്തിട്ട് വരാം. വന്നു യാസിനിക്കാന്റെ ഫുഡ് എന്താ ബീഫിന്റെ സൂപ്പല്ലേ അങ്ങനെ പറയും. ആ മുളക് അതൊക്കെ വാരിയിട, അതൊക്കെ അതില് വെക്കണം. ഫുഡ് കഴിച്ചോണ്ടിരിക്കണത് ഒരാളിത് റൈസ് നൂഡിൽസാ കഴിക്കുന്നത്. ഇത് റൈസ് നൂഡിൽസ് അറിയോ? റൈസ് നൂഡിൽസ് അത് എരിവിടണം. ആ ഇതൊക്കെ കഴിക്കാം. ടേസ്റ്റ് പിടിക്കുമെങ്കിൽ ഇതെന്താ എന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് അവസാനിപ്പിക്കാണ്. ഭയങ്കര ടയേർഡായി ഗെയിമൊക്കെ കളിച്ചപ്പം. ഇനി യാസിനിക്ക് നാളെ പോവാണ്. നാളെ ഈ സമയത്ത് മോസ്കോയിലെത്തിയിട്ടുണ്ടാവും. നാളെ ഈ സമയത്ത് മോസ്കോ ഉണ്ടാവും. ഇതായിരിക്കും ലാസ്റ്റ് നൈറ്റ് ഇൻ അർഹാങ്കൽസ്ക് അല്ലേ? ഐഷുമ വിഷമുണ്ടാവും. എന്റെ വെറുപ്പിക്കൽ കഴിഞ്ഞു. ഐഷുമ പറഞ്ഞു കുറച്ച് കാലം കൂടി യാസിനിക്ക് ഇവിടെ ഉണ്ടാവണേന്ന്. ഐഷുമ ഇങ്ങനെ പുറപുറൂന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞങ്ങളിപ്പോ വൻ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ പോയി. അപ്പം എല്ലാവരും ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഈ 2 മുഖങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യുക. നമ്മൾ 200K ഫാമിലി ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഏറ്റവും ബലം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുന്നേരം എല്ലാവരും ടേക്ക് കെയർ ഫ്രം അവർ സൈഡ്. ലോട്ട്സ് ഓഫ് ലവ്. ശരിയാണല്ലോ അല്ലേ? നമ്മളെ ചാനലിൽ അങ്ങനെ പ്രത്യേകത 1,25,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. പക്ഷെ നമ്മളെ വ്യൂ അതിനും കൂടുതലുണ്ട് ചിലതിന്. അപ്പം ഒരു ആവറേജ് 1,25,000 ചാനലിന് കിട്ടുന്ന വ്യൂ ആണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം കുറെ പേരൊക്കെ ഭയങ്കര പോസിറ്റീവ് കമന്റ് ആണ്. എല്ലാം വായിക്കാറുണ്ട് അല്ലേ? നല്ല അടിപൊളി. മുംബൈ നിന്നൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പം ബൈ ഗൈസ്, ടേക്ക് കെയർ.